മത്സരങ്ങളിലായി മാറുവാൻ പോകുന്ന സന്തോഷ് ട്രോഫി ജലോത്സവത്തിന് ആവേശം പകർന്നുകൊണ്ട് അനവധി ഒത്തിരി ജനസമുദ്രമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ജനസമുദ്രത്തെ ഞങ്ങൾ ആവേശത്തോടുകൂടി സന്തോഷ് ആർട്സ് സ്പോർട്സ് ക്ലബിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഇത് 40ാമത് സന്തോഷ് ട്രോഫി ജലോത്സവം ചരിത്രത്തിന്റെ തങ്കലിപികളാൽ ചെന്നിത്തലയിലെ ചരിത്ര താളുകളിൽ കുറിക്കപ്പെടാവുന്ന ഒരു ചരിത്ര മുഹൂർത്തമായി സന്തോഷ് ട്രോഫി മാറുകയാണ്. വീറും വാശിയും ആവേശവും നിറഞ്ഞുള്ള ഒരു മത്സരം കാണുവാൻ വേണ്ടി ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ജലപ്രേമികളെ ഞങ്ങൾ ഊഷ്മളമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു ജിനു ജോർജ്, ഞങ്ങളുടെ ജനറൽ കൺവീനർ ജിനു ജോർജ് ആവേശകരമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം നമ്മുടെ ജനറൽ കൺവീനർമാരായിട്ടുള്ള തോമസ് കുട്ടിയുണ്ട്, മിസ്റ്റർ റോമിയോ ഉണ്ട്, തമ്പി കൗളടിയിലുണ്ട്, ലിജാഹരീതിലുണ്ട്. എല്ലാവരും ഇങ്ങനെ ആവേശത്തോടെ ചെറു ബോട്ടുകളിലും വള്ളങ്ങൾ ഇങ്ങനെ ഓടി നടക്കുകയാണ്. കാരണം നമ്മൾക്കിതൊരു ഉത്സവം, ചെന്നിത്തലയുടെ ആവേശമാണ്. ഇനിയും നടക്കുന്ന വെപ്പ് ബിയുടെ ഫൈനൽ മത്സരം ഇടപെടുകയാണ്. വെപ്പ് ബിയുടെ ഫൈനൽ മത്സരം കൊണ്ടാക്കൽ ബോട്ട് ക്ലബിന്റെ പി ജി കരിപ്പുഴ 1ാം ട്രാക്കിലൂടെ ആന്റണി പി ജിയുടെ കരുത്തിൽ വരുമ്പോൾ പുന്നത്രപ്പുരയ്ക്കൽ വിന്നേഴ്സ് ബോട്ട് ക്ലബ് സുൽത്താൻ എർത്ത് മൂവേഴ്സ് ക്യാപ്റ്റനായ വിന്നേഴ്സ് ബോട്ട് ക്ലബിന്റെ പുന്നത്രപ്പുരയ്ക്കൽ രണ്ടും ഒരു മാലയെ കോർത്ത പുഷ്പങ്ങൾ പോലെ. എന്റെ ജലോത്സവ പ്രേമികളെ ആ ട്രാക്കിലേക്ക് നോക്കി. ഏതാണ്ട് മത്സരം പിന്നിട്ട് 300-350-400 മീറ്റർ പിന്നിടുമ്പോൾ ഒപ്പത്തിനൊപ്പം അതിന്റെ ചുണ്ടോട് ചേർത്ത് വെച്ചുകൊണ്ട് 1 സെന്റിമീറ്റർ പോലും വിടാതെ ഇഞ്ചി വിടാതെ വരികയാണ് പി ജി കരിപ്പുഴ. ഈ മത്സരത്തിലെ മികച്ച സമയക്കാരൻ 1ാം ട്രാക്കിലൂടെ കടന്നു വരുന്നു. 2ാം ട്രാക്കിലൂടെ പുന്നത്രപ്പുരയ്ക്കൽ, 1ാം ട്രാക്കിലൂടെ പി ജി കരിപ്പുഴ. ഒരു നേരിയ ലീഡ്. കാരണം നഗ്നനേത്രങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. നിങ്ങൾ തത്സമയം ഗ്രൂപ്പ് NDBR കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിദേശ മലയാളികൾ സെന്റിമീറ്ററിനും മില്ലിമീറ്ററിനും അളക്കും. ഞങ്ങൾക്കിവിടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് പി ജി കരിപ്പുഴ 1 ഇഞ്ചിന് മുന്നിലാണെന്ന് തോന്നുന്നു. ഇല്ല, അവിടത്തില്ല. പുന്നത്രപ്പുരയ്ക്കൽ നമ്മുടെ കവണാർ സിറ്റിയുടെ തുഴച്ചിത്തായങ്ങളാണ് വിന്നേഴ്സ് ബോട്ട് ക്ലബിന് വേണ്ടി വന്നിരിക്കുന്നത്. 2018 നെഹ്റു ട്രോഫിയിൽ വിജയിച്ച, കന്യാംഗത്തിൽ വിജയിച്ച പി ജി കരിപ്പുഴ 1ാം ട്രാക്കിലൂടെ 1997-ലും 98-ലും 99-ലും നാഷണൽ ബോട്ട് ക്ലബ് കുമരം ഹാട്രിക് ഇട്ട നെഹ്റു ട്രോഫിയിൽ ഇട്ട പുന്നത്രപ്പുരയ്ക്കൽ അല്പം പിമ്പിലേക്ക് പോയോ? 2ാം ട്രാക്കിലെ പുന്നത്രപ്പുരയ്ക്കൽ അല്പം പിമ്പിലേക്ക് പോയോ? ഓമൽ ചിത്രാംബരം കാറ്റിൽ പാറിച്ച് കന്തസുന്ദരി ഉല്ലസിച്ച ആളക മണ്ടുവരും പൂമ്പാറ്റ പോലവൾ കമ്പരാമായണത്തിൽ കുമാരദേശം പാടിയ പോലെ ഇതാ 2 വെപ്പ് ബി ഗ്രേഡ് വള്ളങ്ങൾ ഒരു മാലയെക്കോർത്ത പുഷ്പങ്ങൾ പോലെ, ഒരു ചരട് കെട്ടിപ്പിടിച്ചതുപോലെ തുല്യത പാലിച്ചുകൊണ്ട് ഇഞ്ചുകൾക്ക് മുന്നിൽ ആരാണ് പി ജിയാണോ അതോ പുന്നത്രപ്പുരയ്ക്കലാണോ? രണ്ടും ഒപ്പത്തിനൊപ്പം വരികയാണ്, ഇഞ്ചി വിടാതെ വരികയാണ്. എന്തൊരു മത്സരമാണ്! തീരങ്ങളിൽ തട്ടിയും തലോടിയും തുള്ളിത്തെറിച്ച് പായുന്ന പുഴകൾ. ഈ പുഴയുടെ നിമ്നോന്നതയിലേക്ക് തുഴകൾ ആ പ്രഹരമേൽപ്പിച്ചുകൊണ്ട് ഇതാ പി ജി കരിപ്പുഴ ഇഞ്ചുകൾക്ക് മുൻപിൽ. ഇല്ല, പുന്നത്രപ്പുരയ്ക്കൽ വിടത്തില്ല. നെഹ്റു ട്രോഫിയിലെ 2025-ലെ വിന്നറാണവർ. അവർ വിടത്തില്ല. 2016-ലും 2009-ലും 2010-ലും ഒക്കെ നെഹ്റു ട്രോഫി വിജയിച്ച പുന്നത്രപ്പുരയ്ക്കൽ പി ജി കരിപ്പുഴയും പുന്നത്രപ്പുരയ്ക്കലും ഒപ്പത്തിനൊപ്പം വരികയാണ്. ഒരു ഇഞ്ചിന് മുമ്പിൽ ഇതാ വരികയാണ് പി ജി കരിപ്പുഴ തന്നെ ഈ പുന്നത്രപ്പുരയ്ക്കലിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ 40ാമത് സന്തോഷ് ട്രോഫിയുടെ വെപ്പ് ബിയുടെ കിരീടം ചൂടും. ഇതാ പി ജി കരിപ്പുഴയുടെ 3 പങ്കായക്കാൾ അപ്പുറം ആളുകളിൽ ഇതാ പങ്കായം കൊത്തിക്കോരി എറിയുമ്പോൾ ഇതാ പുന്നത്രപ്പുരയ്ക്കൽ ഇതാ 2ാം ട്രാക്കിലെ പുന്നത്രപ്പുരയ്ക്കൽ കുതിച്ചു പായുന്നു പി ജി കരിപ്പുഴ. എന്തൊരു മത്സരം! എന്തൊരു വീര്! പി ജി കരിപ്പുഴ. പി ജി ആണോ പുന്നത്രപ്പുരയ്ക്കലാണോ? പി ജി ഇഞ്ചുകൾക്ക് മുന്നിൽ പി ജി തന്നെ അതോ പുന്നത്രപ്പുരയ്ക്കലാണോ? പി ജി കരിപ്പുഴ. നമുക്കറിയാം, പി ജി കരിപ്പുഴയ്ക്ക് വേണ്ടി ഇവിടെ കൊണ്ടാക്കൽ ബോട്ട് ക്ലബ് ചമ്പക്കുളമാണ് വന്നത്. അങ്ങനെയെങ്കിലും